ഹായ് ഓൾ, അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബാവ ബൺ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. പിന്നെ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് മിൽക്ക് പൗഡറും അതുപോലെ 1/4 കപ്പ് കോൺഫ്ലവറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 3/4 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഷുഗർ, 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ചെറിയ ചൂടുള്ള പാൽ ഉപയോഗിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മളുടെ കുബൂസിൻ്റെ ഒക്കെ ആ ഒരു പരുവത്തിൽ നമുക്ക് ഈ മാവ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ മാവ് ഇവിടെ നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒലിവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിതൊരു 2 മണിക്കൂർ പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ ഇതാ 2 മണിക്കൂറിന് ശേഷം നോക്കിയപ്പോഴേക്കും നമ്മളുടെ മാവ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് നമ്മളുടെ ഈ മാവ് ഒന്ന് പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിൽ ആദ്യം കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്കിതൊരു അടുപ്പ് വെച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു തിക്നെസ്സിലായിരിക്കണം കേട്ടോ നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. അപ്പം ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. എനിക്ക് ഈ ഒരു അളവ് ഉപയോഗിച്ചിട്ട് ഒരു 6 ബാവ ബണ്ണാണ് ഇട്ടാ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എടുത്ത ആ ഒരു അളവിൻ്റെ എല്ലാം ഡബിൾ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ബാക്കിയുള്ളത് കൂടി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ബാക്കി വന്നത് കളയണ്ട, അത് വീണ്ടും നമുക്കൊന്ന് ബോളാക്കിയിട്ട് വീണ്ടും ഒന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 6 എണ്ണമാണ് ഇട്ടാ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാത്തിൻ്റെ മുകളിൽ മാത്രം നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ആ സമയം കൊണ്ട് ഇത് ചെറുതായിട്ട് ചുരുങ്ങും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് പരത്തിയാൽ മതി കേട്ടോ, അധികം പ്രസ് ചെയ്യണ്ട. അപ്പോൾ ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ ഫോൾഡ് ചെയ്ത് പരത്തിയെടുക്കാം. അപ്പോൾ ഇതാ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ സ്റ്റീമറിൽ താഴെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ബൺസ് എല്ലാം വെച്ച് കൊടുക്കുക. ഒരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ഒറ്റ ലെയറായിട്ട് വെച്ച് കൊടുത്താൽ മതി, അട്ടിയായിട്ട് വെച്ച് കൊടുക്കണ്ട കേട്ടോ. അങ്ങനെ ആകുമ്പോൾ വെന്ത് വരില്ല, അതുപോലെ തന്നെ ഇത് ഒട്ടിപ്പിടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ നമ്മുടെ 6 ബൺസും ഇവിടെ സ്റ്റീം ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ബണ്ണായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് ഫോൾഡ് ചെയ്തുകൊണ്ടാണ് ഇതുപോലെ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നത് കേട്ടോ.
അപ്പോൾ ഇതാ അങ്ങനെ ബൺസൊക്കെ റെഡിയായി. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലില്ലാത്ത ചിക്കൻ എടുക്കുക. അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്കൊരു 3/4 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മളുടെ വിനെഗർ ഉണ്ടല്ലോ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് മയോണൈസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ റെഡിമെയ്ഡ് മയോണൈസാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹോം മെയ്ഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നമുക്ക് ആവശ്യത്തിനുള്ള മയോണൈസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മളുടെ ഈ മയോണൈസിലേക്ക് 2-3 ഐറ്റം കൂടി ആഡ് ചെയ്യാനുണ്ട്. ആദ്യം നമുക്കിതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ലെറ്റ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒനിയൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നമ്മളുടെ ഇഷ്ടാനുസരണം കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എല്ലാം കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ബണ്ണിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതുപോലൊരു ബണ്ണെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മയോണൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു പീസ് മല്ലിയില കൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ബാവ ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള ബൺസിൽ കൂടി നമുക്കിതുപോലെ ഫില്ലിങ്സൊക്കെ വെച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ ബാവ ബൺസൊക്കെ ഇവിടെ ഫില്ലിങ്സൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ബാവ ബൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. പിന്നെ നമ്മളുടെ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.